നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഈ രണ്ട് അപ്ഡേറ്റ്സും യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ് ആണ്. യൂട്യൂബ് ഷോർട്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീച്ചറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ട് അപ്ഡേറ്റുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പം ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോകളൊക്കെ പറയുമായിരുന്നു ഈ വീഡിയോക്ക് 500 ലൈക്ക് വേണം, 1000 ലൈക്ക് ടാർഗറ്റ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് എല്ലാ വീഡിയോയ്ക്കും നല്ല ലൈക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ ഈ കുറച്ച് നാളായിട്ട് 1-2 മാസമായിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നില്ല. അതുകൊണ്ടായിരിക്കും തോന്നുന്നു നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് ചെയ്തില്ല. ഈ കഴിഞ്ഞ കുറേ വീഡിയോകൾക്കൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400, 300, 200 ഒക്കെ ലൈക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മുമ്പ് എല്ലാ വീഡിയോകൾക്കും നമ്മൾ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ആളുകൾ 1000, 1500 ഒക്കെ ലൈക്ക് വരുമായിരുന്നു. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലേക്കൊക്കെ വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലും ഇതേപോലെ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പറയുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ വലിച്ചു കയറ്റി പറയാൻ നിൽക്കില്ല. ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആളുകൾ ഒന്ന് കോൺഷ്യസ് ആവാം. ലൈക്ക് ചെയ്തില്ലല്ലോ എന്ന് തോന്നി അവരൊന്ന് ലൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 100 പേര് കേൾക്കുമ്പോൾ അതിൽ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞാലും ഓക്കെയാണ്, നമുക്കത് മതിയെന്നേ. ഓക്കെ, എന്തായാലും ഈ വീഡിയോയ്ക്ക് ഞാൻ 1000 ലൈക്കാണ് ടാർഗറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്ട് വീഡിയോസിന്റെ വ്യൂ വരുന്നത് ഷോർട്ട് ഫീഡിൽ നിന്ന് മാത്രമല്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീഡിയോകൾ റെക്കമെൻഡേഷനിലേക്ക് പോകും, ഹോം പേജിലേക്ക് പോകും. അതായത് ഇപ്പം നമ്മളൊരു യൂട്യൂബ് ആപ്പ് ഓപ്പൺ ആക്കിയാണെന്നുണ്ടെങ്കിൽ ആ ഹോം പേജിൽ ഈ ഷോർട്ട് വീഡിയോ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പം ഹോം പേജിൽ നിന്ന് നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടും. അപ്പൊ ഈ ഹോം പേജിലൊക്കെ വരുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആ വീഡിയോയുടെ തമ്പനയിൽ നോക്കിയതിന് ശേഷമായിരിക്കും ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നത്. ലോങ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ആളുകൾ ഷോർട്ട് വീഡിയോയിലും ക്ലിക്ക് ചെയ്യും. അപ്പം ഇവിടെ യൂട്യൂബ് ഷോർട്സിൽ മിസ് ആകുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു അറിയോ? തമ്പനെയിൽസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. തമ്പനെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്ത് നേരത്തെ വെക്കും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നത് ഈ ഒരു ഭാഗം തമ്പനെയിൽ ആക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വെക്കും. അതിനുശേഷം അതാണ് നമ്മൾ തമ്പനെയിൽ ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി നമുക്ക് ലോങ് വീഡിയോ ചെയ്യുന്ന പോലെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തമ്പനെയിൽസ് യൂട്യൂബ് ഷോർട്സിൽ ആഡ് ചെയ്യാനായിട്ട് വരും. ഇതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. റെക്കമെൻഡേഷനിൽ നിന്നും സെർച്ചിൽ നിന്നും അതേപോലെ തന്നെ ഹോം പേജിൽ നിന്നും ഒക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസിലേക്ക് ഇഷ്ടം പോലെ വ്യൂ വരും. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തമ്പനെയിലിന്റെ ഒരു ഫീച്ചർ അധികം താമസിക്കാതെ ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ തമ്പനെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിലേക്ക് കൂടുതൽ വ്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് ഷോർട്സിൽ ഒരു വോയിസ് ജനറേറ്റർ വരാനായിട്ട് പോവുകയാണ്. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറിന്റെ സഹായത്തോടെ യൂട്യൂബ് ഷോർട്സിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡെമോ കാണിച്ചു തരാം. നമ്മളൊരു യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ആ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ കുറെ ടെക്സ്റ്റുകൾ ഓരോ ഭാഗങ്ങളിലായിട്ട് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് ബട്ടൺ, ഒരു വോയിസ് ഓവർ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പല ക്യാരക്ടേഴ്സ് നൽകിയിട്ടുണ്ടായിരിക്കും. ആരുടെ ഏത് സ്റ്റൈൽ വോയിസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോയിലെ ടെക്സ്റ്റിനെ അത് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ജനറേറ്റർ ആയിട്ടുള്ള വോയിസ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് അത് നമുക്ക് പബ്ലിക് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ജനറേറ്റഡ് വോയിസ് ഉള്ള ഒരു വീഡിയോ മോണിറ്റൈസ് ചെയ്യാനും പറ്റും കേട്ടോ. അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് 1-2 ആഴ്ചക്കുള്ളിൽ യൂട്യൂബിൽ എത്തുന്നതാണ്. അപ്പൊ ഈ 2 അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ 1000 ലൈക്കിന്റെ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. യൂട്യൂബുമായി ബന്ധപ്പെട്ട ഇതേപോലത്തെ അപ്ഡേറ്റുകളും ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.